ഹലോ നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്ലിറ്റർ പേപ്പർ കൊണ്ടുള്ള അടിപൊളി ഒരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഇതാണ് ഫ്ലവർ. ഈ ഫ്ലവർ ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനുവേണ്ടി ഗ്ലിറ്റർ പേപ്പർ എടുക്കുക, 5 ഇതൾ വരുന്ന രീതിയിൽ ഒരു ഫ്ലവറിൻ്റെ രൂപം മാർക്ക് ചെയ്തെടുക്കുക. അതിങ്ങനെ ഒരു പേപ്പർ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ പുറത്ത് വെച്ച് മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഓരോ 5 ഇതൾ വരുന്ന രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാനൊരു 4 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് 4 ഇതിലൊക്കെ തന്നെ ധാരാളമാണ്. അതിനുശേഷം ഒരു അയൺ ബോക്സ് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഈ പൂക്കളെ ഇട്ട് കൊടുക്കുക. അയൺ ബോക്സ് ചൂടായി കഴിയുമ്പോൾ ആ പൂവ് ഇങ്ങനെ പൊന്തി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ ബോക്സിൽ വെക്കുന്നത്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ഷേപ്പ് നമുക്ക് കിട്ടും. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇരുമ്പ് കമ്പി, ജസ്റ്റ് ഏതെങ്കിലും ഒരു കമ്പി എടുക്കുക. കമ്പി കഷ്ണം എടുത്തതിന് ശേഷം ഒരു പൂവിൻ്റെ സെൻറ്ററിലൂടെ ഒരു ഹോൾ ഇടുക. ഇങ്ങനെ ഒരു മാർക്ക് ഇട്ടതിന് ശേഷം ഇതിനകത്തൂടെ ഇങ്ങനെ കയറ്റിയെടുക്കുക. ഈ കമ്പിയുടെ തുമ്പൊന്ന് വളച്ചു കൊടുക്കുക. ഇങ്ങനെയൊന്നും കയറ്റിയതിന് ശേഷം ഈ ഒരു ഹോളിൽ കൂടി ഇങ്ങനെ കയറ്റിയതിന് ശേഷം ഇങ്ങനെ തുമ്പൊന്ന് വളച്ചു കൊടുക്കുക. അതിനുശേഷം ഈ പൂവിൻ്റെ ഓരോ ഇതളിലും ഗ്ലൂ, ഏത് ഫാസ്റ്റായിട്ട് ഒട്ടുന്ന ഏതെങ്കിലും ഒരു ഗ്ലൂ മതി, ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൂപ്പറായിട്ട് എളുപ്പം ഒട്ടുന്നൊരു ഗ്ലൂ ആണ്. അതിനുശേഷം ഇങ്ങനെ ഓരോ ഇതളും ഒരു പൂവിൻ്റെ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു മുട്ടാവുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. നമ്മൾ കൈ കൊണ്ട് എടുത്ത് വെക്കുമ്പോഴേ അത് കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഒരു മുട്ട് പോലെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതും ഓരോ പൂവും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അടുത്ത പൂവായി. നമുക്ക് ഇങ്ങനെയാണ് എല്ലാ പൂക്കളും ഒട്ടിച്ചെടുക്കേണ്ടത്. ഒരു പെർഫെക്റ്റ് ഷേപ്പായി എന്ന് നമുക്ക് തോന്നുന്നവരെയും നമുക്കിങ്ങനെ ഇതളുകൾ ഒട്ടിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കാം. ആവശ്യത്തിനുള്ള വലിപ്പം വരെയും നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു ഇതളൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പം ഒരു പൂവിൻ്റെ മുട്ട് വിരിഞ്ഞ് വരുന്നൊരു രീതിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇട്ടതിൻ്റെ തിരിച്ചാണ് ഈ പൂ ഇടുന്നത്. നേരത്തെ ഇട്ടതുപോലെ അല്ല ഇടുന്നത്. ഇപ്പം അകവശവും പുറവശവും തിരിച്ചറിയുന്ന രീതിയിലാണ് ഇട്ടേക്കുന്നത്. ഇങ്ങനെയാണ്. ഇവിടെ ഒരു ഗ്ലൂ ഇവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. കാരണം അത് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, താഴോട്ടും മുകളിലോട്ടും മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പെർഫെക്റ്റ് ആയിട്ടൊരു പൂവായിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ജസ്റ്റ് സൈഡിലൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ഒട്ടിയിരിക്കും എളുപ്പം. വിട്ടു പോകാണ്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അതിനുശേഷം ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്താൽ അടിപൊളി പൂവായി. ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ച് വേണം ഗ്രീൻ ടേപ്പ് ഒട്ടിക്കാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ അത് സെറ്റായി കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് വലിച്ച് വേണം പിടിച്ച് ചുറ്റി കൊടുക്കാൻ, ഇല്ലെങ്കിൽ ടൈറ്റും കിട്ടില്ല. ഈ ഗ്രീൻ ടേപ്പിനകത്തൊരു ജസ്റ്റ് ചെറിയൊരു പശയുണ്ട്. അപ്പോൾ അത് ഇതിലോട്ട് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പശ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറുതായി ഒന്ന് വലിച്ചു ചുറ്റുകയാണെങ്കിൽ, ഒരുപാട് വലിച്ചാൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരുപാടും വലിക്കരുത്. ചെറുതായി ഒന്ന് വലിച്ച് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ടൈറ്റായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നോളും. നമ്മുടെ പൂ റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പൂ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് പൂക്കൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം അങ്ങനെ ഉണ്ടാക്കിയ പൂക്കളാണ്. എങ്ങനെയുണ്ട്? എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ്.